Good morning, dear students. So, in the last class, we have seen about unemployment status, എന്നിങ്ങനെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കിയത്. അതിലെ ദറ്റ് ഈസ് യൂഷ്വൽ സ്റ്റാറ്റസ്, വീക്ക്ലി സ്റ്റാറ്റസ്, ഡെയിലി സ്റ്റാറ്റസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ അത് ഓരോന്നും നന്നായിട്ട് പഠിക്കുക കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഏകദേശം എക്കണോമിക്സ് വളരെ ബുദ്ധിമുട്ടായിട്ട് മക്കൾ കരുതൊന്നും വേണ്ട. വേഗം തന്നെ നമുക്ക് നല്ല രീതിയിലത് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പഠിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. ഫസ്റ്റ് ചാപ്റ്റർ വളരെ എളുപ്പമാണ്. സെക്കൻഡ് ആൻഡ് തേർഡിലാണ് നമുക്ക് ഓൾമോസ്റ്റ് ഗ്രാഫും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സ് പഠിക്കാനുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് പഠിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. കാരണം കോൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. ദാറ്റ് ഈസ് എന്താണ് മാർക്കറ്റിലത്തെ പൊസിഷൻ, എങ്ങനെയാണ് ഫേമുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, എപ്പോഴാണ് പ്രൈസിനൊരു മാറ്റം വരേണ്ടത്, ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നിങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളും, എപ്പോഴാണ് കമ്പനി അവരെ പ്രൊഡക്ഷൻ നിർത്തേണ്ടത്, ഓക്കെ, എന്നിങ്ങനെ നമുക്ക് കമ്പനീനെയും അതേപോലെ തന്നെ ദ ഹോൾ ഇൻഡസ്ട്രീനെയും ദ ഹോൾ മാർക്കറ്റിനെയും നമുക്കതിനെക്കുറിച്ച് നന്നായിട്ട് വിലയിരുത്താനും പഠിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എക്കണോമിക്സ് പഠിക്കാനുള്ള ഒരു താല്പര്യത്തോട് കൂടിയിട്ട് ഇരുന്ന് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് സംസാരിച്ചപ്പോൾ കുറച്ച് പേരാണ്ട് അതിൽ VHSC എന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ എക്കണോമിക്സ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതൊക്കെ എന്താണ്, ഒരുവിധം നമ്മുടെ കുട്ടികളെല്ലാവരും കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള കുട്ടികൾ ഒരുവിധം +1 +2 നമ്മളെല്ലാവരും എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിക്കാത്ത കുട്ടികൾക്ക് ഇത് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷനും വേണ്ട. കാണുമ്പോൾ നമുക്ക് ആ ഒരു അവിയൽ പരുവത്തിലുണ്ടായാലും ഇത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ രീതിയിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് കിട്ടും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സീൻ അബൌട്ട് ദി അൺഎംപ്ലോയ്മെൻറ്റ്, എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്. യൂഷ്വൽ സ്റ്റാറ്റസും അതേപോലെ വീക്ക്ലി സ്റ്റാറ്റസും ഡെയിലി സ്റ്റാറ്റസുമാണ് നമ്മൾ നോക്കിയത് അല്ലേ. സോ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. അപ്പോൾ അൺഎംപ്ലോയിഡ് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് തന്നെ, ദാറ്റ് ഈസ് അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേഷ്യോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, unemployment rate is the ratio of number of unemployed persons. Okay, അപ്പോൾ unemployment rate എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎംപ്ലോയിഡ് പേഴ്സൻ്റെ റേഷ്യോ. ഇതാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അത് നമ്മൾ എങ്ങനെയാണ് കാണാം? person days to the number of persons divided by person days in labor force. ഒന്നുകൂടിയും പറയാം. അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു, വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് സിമ്പിളായിരിക്കും. അൺഎംപ്ലോയ്മെൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു പേഴ്സൺ ഡേയ്സ് ടു ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഡിവൈഡഡ് ബൈ പേഴ്സൺ ഡേയ്സ് ഇൻ ലേബർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസം ജോലി ചെയ്ത ആൾക്കാർ, ജോലിയിലുണ്ടായിരുന്ന ആൾക്കാർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദി ലേബർ ഫോഴ്സ് അല്ലേ. ലേബർ ഫോഴ്സിൽ നമുക്ക് ആരൊക്കെയാണ് വരുന്നത്? ലേബർ ഫോഴ്സിൽ ആരാണ് വരുന്നത്? പേഴ്സൺസ് ഹു ആർ എംപ്ലോയിഡ് ആൻഡ് ഓൾസോ പേഴ്സൺസ് ഹു ആർ വില്ലിങ് ടു ബി എംപ്ലോയിഡ് അല്ലേ. ആരാണോ ജോലിയിലുള്ളത് അതേപോലെ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഏതിൽ വരും? ലേബർ ഫോഴ്സിൽ വരും. അപ്പം നമുക്ക് ഇതിൻ്റെ റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ പേഴ്സൺ ഡേയ്സ് ടു ദ നമ്പർ ഓഫ് പേഴ്സൺസ്, സോ അന്നത്തെ ദിവസം ആരൊക്കെയാണോ ജോലിയിലുള്ളത് ഡിവൈഡഡ് ബൈ
പേഴ്സൺ ഡേയ്സ് ഇൻ ലേബർ ഫോഴ്സ്. അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അതിൽ എന്താ പറയുക, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പീപ്പിൾ എത്രയാണ് അതിൻ്റെ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 sets ഓഫ് എസ്റ്റിമേറ്റ്സ് നമുക്ക് വേണം. 3 sets ഓഫ് എസ്റ്റിമേറ്റ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് based on the estimates of unemployment obtained by the 3 different approaches used for classification of the activity status of a person. അപ്പോൾ എത്ര പേര് ജോലിയിലുണ്ട്, എത്ര പേര് ജോലി ചെയ്യാൻ ആഗ്രഹത്തിലുണ്ട്, എത്ര പേര് അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ യൂഷ്വൽ ബേസ്, കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് ബേസ്, ഡെയിലി സ്റ്റാറ്റസ് ബേസിൽ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പേഴ്സൺസ് യൂഷ്വലി എംപ്ലോയിഡ് based on യൂഷ്വൽ സ്റ്റാറ്റസ് അപ്രോച്ച്. യൂഷ്വൽ സ്റ്റാറ്റസ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് യൂഷ്വലി അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി വരുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ് അൺഎംപ്ലോയിഡ് ഓൺ ആൻ ആവറേജ് ഇൻ എ വീക്ക് ബേസ്ഡ് ഓൺ ദ കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് അപ്രോച്ച്. അപ്പം വീക്ക്ലി സ്റ്റാറ്റസ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേരാണ് ആവറേജ് ആസ് ആൻ ആവറേജ് വീക്ക് ഒരാഴ്ചയിലും അൺഎംപ്ലോയിഡ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. And then number of person days unemployed on an average during the reference period of 7 days preceding the date of survey based on the current daily status approach. അപ്പം നമുക്കിവിടെ ഡെയിലി സ്റ്റാറ്റസ് അപ്രോച്ച് ഉണ്ട്. ഡെയിലി സ്റ്റാറ്റസ് അപ്രോച്ചിൽ എന്താണ് ചെയ്യുന്നത്, സർവേ ചെയ്യുന്ന ദിവസത്തിന് 7 days ബിഫോറെങ്കിലും അവർ ജോലിയിലേക്ക് കയറിയിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് അൺഎംപ്ലോയ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് അപ്രോച്ചാണ്. ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ അപ്രോച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. Among persons of all ages, unemployment rate is the usual status was nearly 3% at the all India level. All over നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3% ആണ് നമുക്ക് അൺഎംപ്ലോയിഡ് ആയിട്ട് വരുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും ഓരോന്നിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കമ്പയർ ടു ദ യു ആർ ഒബ്സർവ്ഡ് ഇൻ ദ റൂറൽ ഏരിയാസ്, your urban areas was higher by 2% in rural areas and 4% in urban areas. അതേപോലെ തന്നെ females in urban areas was the highest, followed by the urban males. urban males നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3%, urban females നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7%. in rural areas the UR for males was 2% and that for females was nearly 3%. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും എന്താ പറയുക, ഇന്ത്യ ഗ്രോത്ത് സ്റ്റേജിലാണെന്ന് നമ്മൾ എത്ര പറഞ്ഞാലും വി ഹാവ് എ ലോങ് വേ ടു ഗോ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺട്രിയാണ്, സെക്കൻഡ് പൊസിഷനാണ് ഗ്രോത്തിൽ വരുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇനിയും ഇന്ത്യക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. എന്നാലൊക്കെയാണ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. മെയിനായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ വരുന്നത് നമ്മുടെ റേഷ്യോ കാൽക്കുലേഷനാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പോവേർട്ടിയാണ്. സോ വാട്ട് യു മീൻ ബൈ പോവേർട്ടി എന്നുള്ളതാണ്. Okay, the World Bank uses an international poverty line, that is those with less than $1.9 a day are poor എന്നുള്ളതാണ്. India accounted for the largest number of people living below international poverty line in 2013. In its report Poverty and Shared Prosperity, the World Bank said that India accounts for 1 in 3 of the poor population worldwide എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ April 2012 പ്ലാനിംഗ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ദി എക്സ്പേർട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ടെൻഡുൽക്കർ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ. ഈ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്തത്, ഈ എക്സ്പേർട്ട് ഗ്രൂപ്പിനെ ലീഡ് ചെയ്തത് അല്ലെങ്കിൽ ഹെഡ് ചെയ്തത് നമ്മുടെ പ്രൊഫസർ സുരേഷ് ടെണ്ടുൽക്കർ സാറാണ്. സോ ആളാണ് ഏകദേശം ഒരു പവർട്ടി അല്ലെങ്കിൽ പവർട്ടി ലൈനിനേക്കാളും ബിലോ ഉള്ളവർ, എബവ് ഉള്ള ആൾക്കാരെന്നൊക്കെ ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. Okay, in April 2012, Planning Commission released the figures of poverty estimates in India for 2009-10 based on the recommendations of an expert group headed by Professor Suresh Tendulkar. These estimates showed sharp decline in poverty ratio from 37.2% in 2004-5 to 29.8% in 9-10 and 21.9% in 2011-12. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2004 തൊട്ട് ഓക്കെ ഒരു ഷാർപ്പ് ഡിക്ലൈനാണ് പോവർട്ടി റേഷ്യോയിൽ നമുക്ക് കാണുന്നത്. പക്ഷേ ഈ ഡിക്ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇപ്പോഴും ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നമുക്ക് പറയാറായിട്ടില്ല. സ്റ്റിൽ ഇന്ത്യ ഹാസ് ടു ട്രാവൽ എ ലോങ് വേ എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ്സ് തന്നിട്ടുണ്ട്. റൂറൽ പോവർട്ടി റേഷ്യോ റൂറൽ ഏരിയയിൽ എങ്ങനെയാണ്, urban ഏരിയയിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഇൻ മില്യൺസ് നമ്പർ ഓഫ് പീപ്പിൾ പുവർ ഇൻ റൂറൽ ഏരിയാസിലും അതേപോലെ തന്നെ urban ഏരിയാസിലും അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എവറി ഇയർ 93, 94, 2004, 2005, 2009, 10, 2011, 12 ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക കുറഞ്ഞ റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 45.3% പോവർട്ടിയിലുണ്ടായിരുന്ന ആൾക്കാരാണ് 93, 94. പക്ഷേ when you come to 2011-12 21.9 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിക്രീസ്ഡ് റേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പോവർട്ടി റേറ്റ് നമ്മുടെ ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ് ഈ സെൻസസിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ആൻഡ് ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കുറഞ്ഞാലും നമുക്ക് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല ഇന്ത്യ ഡെവലപ്ഡായി എന്ന് നമുക്ക് പറയാനായിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പല മേഖലകളിലും നമ്മൾ പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരാണ്. സോ അതെല്ലാം കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് വരാനുണ്ട്. എല്ലാ ആൾക്കാർക്കും എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. എല്ലാ ആൾക്കാർക്കും ഓരോ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാനും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ രീതിയിൽ അത് മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ, അതിനുള്ള കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുണ്ട് ഇനിയും. സോ വി ആർ സെയിങ് ഡിജിറ്റൽ ഇന്ത്യ ഒരിക്കൽ പോലും കമ്പ്യൂട്ടർ കണ്ണുകൊണ്ട് കാണാത്ത ആൾക്കാർ ഇനിയും ഉണ്ട്. സോ ഇവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? സോ they should also know about the computers. They should also know about the working of the systems. എത്രയോ പേര് ഇപ്പോഴും മൊബൈൽ ഫോൺസ് ചുവപ്പ് നമുക്ക് ഓഫ് ചെയ്യാനും പച്ച നമുക്ക് ഓൺ ചെയ്യാനും ഈ ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരെക്കാളും എത്രയോ പ്രായമായിട്ടുള്ള ആൾക്കാർ എത്ര രസകരമായിട്ട് ലാപ്ടോപ്പും കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. So everything based on the interest of the people to know the new things എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ അറിയാനും അത് മനസ്സിലാക്കിയെടുക്കാനും പഠിക്കാനും അതിനുള്ള താല്പര്യം ഉണ്ടാവണം. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെവലപ്മെൻറ്റും എവിടെയും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. കുറച്ച് പേർക്ക് പുതിയതായിട്ട് എക്കണോമിക്സ് ഉണ്ടായിരിക്കും. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദാറ്റ്. അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അത് പഠിക്കാനായിട്ട് ആഗ്രഹത്തോടു കൂടി സമാധാനമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വിൽ ഗോ ഓൺ ടു ദ കോസസ് ഓഫ് പോവർട്ടി. എന്തൊക്കെയാണ് ഈ പോവർട്ടി ഉണ്ടാവാനുള്ള റീസൺസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ലോ ഇൻകം എന്ന് പറയുന്നത് നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് വായിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പോയിൻറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. പോവർട്ടി ഇൻ ഇന്ത്യ റിസൾട്ട്സ് ഫ്രം സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ്, social exclusion, unemployment, indebtedness, and unequal distribution of wealth
ഇതൊക്കെയാണ് ദ മെയിൻ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഈ പറയുന്ന പോവർട്ടി സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്? ഒന്ന് സോഷ്യൽ, ഓക്കെ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ്, സോഷ്യൽ എക്സ്ക്ലൂഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഡെപ്റ്റ്നെസ് ആൻഡ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൽ ഇങ്ങനെ ഒരു റിഫ്ലക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്തൊക്കെയാണെന്നുള്ളതാണ് വി ആർ ഗോയിങ് ടു സീ. അതിലാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ഇൻകം. സോ പൂർ പീപ്പിൾ എന്ന് പറയുമ്പോൾ they having the inability to acquire the minimum requirements. നമ്മുടെ ഒരു ഡെയിലി ലിവിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സ്, ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ലിവിങ് ഡ്യൂ ടു ലോ ഇൻകം, അതുപോലും നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒരു ദിവസത്തെ ഡെയിലി റിക്വയർമെൻറ്റ്സ്, നമ്മുടെ വീട്ടിലുള്ള 4 പേരുണ്ട്, അല്ലെങ്കിൽ 5 പേരുണ്ട്, 6 പേരുണ്ട്, 3 പേരുണ്ട്, 2 പേരുണ്ട്, ഹൗ മെനി മേ ബി. ഓക്കെ, സോ ഇവർക്ക് എല്ലാവർക്കും സുഭിക്ഷമായിട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അറ്റ്ലീസ്റ്റ് മിനിമം 3 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ മിനിമൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് എനിക്കതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലും അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലോ ഇൻകം എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് ലാക്ക് ഓഫ് അസറ്റ്സ്. Poor people do not have the physical, natural, human, or financial assets that can generate income എന്നുള്ളതാണ്. An uneducated person with skill can earn income. ഓക്കെ, ഒന്നെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് പേഴ്സൺ വിത്ത് സ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും if he has any special talents or if he is blessed with any talents or knowledge or skills, he can earn his livelihood എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഒരു പേഴ്സണിനെ ചില പൊസിഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ഉയർച്ചകൾ പോലും വരാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. പുവർ പീപ്പിൾ എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് ഹാവ് ദ ഫിസിക്കൽ, നാച്ചുറൽ, ഫിനാൻഷ്യൽ അസറ്റ്സ് ദറ്റ് ക്യാൻ ജനറേറ്റ്. അവർക്ക് അവരുടേതായ ഒരു അസറ്റ്സ് ഉണ്ടായിരിക്കില്ല, അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഓക്കെ, ആൻഡ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വിത്ത് സ്കിൽ ക്യാൻ ഏൺ ഇൻകം, അയാളുടെ സ്കില്ലുകൊണ്ട് അയാൾക്ക് ജീവിക്കാം. ഇനി അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചില രീതിയിലുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ദേ ക്യാൻ ഏൺ ദെയർ ലൈവ്ലിഹുഡ് എന്നുള്ളതാണ്. എ പേഴ്സൺ വിത്ത് ആൻ അസറ്റ് ലൈക്ക് ലാൻഡ്, ഇപ്പോൾ ചില ആൾക്കാർക്ക് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള ഭൂമി ഉണ്ടായിരിക്കാം, അവരെന്ത് ചെയ്യും, ആ ഭൂമിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും അവരെ ഏതിലേക്ക് ലീഡ് ചെയ്യും, പോവർട്ടിയിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ലീഡ് ടു ലോ ഇൻകം ആൻഡ് പോവർട്ടി. അപ്പോൾ ഒന്നെങ്കിൽ ജോലി ഇല്ലാത്ത അവസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടായിട്ടും പക്ഷേ ആ ഒരു ജോലിയിലേക്കല്ല, അതിലേക്ക് റിക്വയർഡിനേക്കാളും കൂടുതലായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളത്. നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡൊക്കെ നമ്മൾ നോക്കിയില്ല, അഗ്രികൾച്ചർ ഫീൽഡിൽ 50% ഓഫ് ദി പീപ്പിളും എൻഗേജ്ഡ് ആണ്, പക്ഷേ അവിടേക്ക് ചിലപ്പോൾ നമുക്ക് 20% പീപ്പിൾ മതിയായിരിക്കാം. എക്സസ് എന്ന് പറയുന്നത് 30% ഓഫ് ദി പീപ്പിൾ വെറുതെ അവിടെ ആ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിൽക്കുകയാണ്. ആൻഡ് അഗ്രികൾച്ചറൽ എന്ന് പറയുന്നത് സീസണലാണ്, സോ മോസ്റ്റ് ഓഫ് ദി സീസൺ ദേ ആർ വർക്ക്ലെസ്. ഓക്കെ, അപ്പോൾ അതെന്താണ് വരുന്നത്, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇൻഇക്വാലിറ്റീസും പോവർട്ടിക്ക് ഒരു കോസ് തന്നെയാണ്. എന്താണെന്ന് നോക്കാം. സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് കോസ് പോവർട്ടി. മെജോറിറ്റി ഓർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് population in India are extremely poor. People coming from SC and ST കാസ്റ്റിൽ വരുന്ന ആൾക്കാരും നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും they are poor എന്നുള്ളതാണ്.
women bear the brunt of poverty due to gender inequalities. അല്ലേ? വിമൻ നമ്മളിപ്പോഴും എത്ര ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞാലും മെയിൽ ഫീമെയിൽ ജെൻഡർ ബേസ്ഡിലുള്ള ഇൻഇക്വാലിറ്റീസ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്റ്റിൽ we can see in the society there are inequalities on gender basis. The male is superior and the female is considered as inferior, but it is wrong. നമ്മൾ എത്രത്തോളം നമ്മൾ ഫീമെയിലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് ധൈര്യമായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ they will become the best എന്നുള്ളതാണ്. ഒരാളും ഇൻഫീരിയർ അല്ല. everyone are superior in one or another character. അത് കണ്ടെത്തി അവരെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കേണ്ട ഒരു ഇത് മാത്രമാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. അല്ലാണ്ട് താത്തി കെട്ടല്ല വേണ്ടത്. ഓക്കെ. സോ ഇൻഇക്വാലിറ്റീസ് SC കാസ്റ്റ് ST കാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവർ പുവർ പീപ്പിളാണ്. പുവർ പീപ്പിൾ ഓൾസോ നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ദേ ആർ ഹ്യൂമൻ ബീയിങ്സ്. ആ ഒരൊറ്റ കൺസിഡറേഷൻ നമ്മുടെ മനസ്സിൽ വേണം. and nothing on caste basis. They are also human beings. They are also like us എന്നുള്ള ഒരു ചിന്ത വേണം. പിന്നെ നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വേറെയായിരിക്കാം, സാഹചര്യങ്ങൾ വേറെയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്ന രീതി, അവർ ഏൺ ചെയ്യുന്ന രീതി, എവറിത്തിങ് ഈസ് യുണീക്ക് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ isolation and powerlessness. Many among the poor people are isolated from the mainstream and are voiceless and powerless. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മുടെ പോലെ തന്നെയാണ് അവരും എന്നുള്ളത് മനസ്സിലാക്കാതെ poor people എന്ന് പറഞ്ഞ് they are meant for working എന്നുള്ളൊരു ക്ലാസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് ദ മെയിൻ പ്രോബ്ലംസൊക്കെ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഐസൊലേറ്റ് ചെയ്യാണ്, അവരെ നമ്മൾ മാറ്റി നിർത്താണ്, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നപ്പോൾ നമ്മൾ മാറ്റി നിർത്താണ്. അതേപോലെ തന്നെ അവർക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. ദേ ഡോണ്ട് ഹാവ് എനി പവർ ആൻഡ് ഓൾസോ they are voiceless എന്നുള്ളതാണ്. The scheduled tribes are the best example for that. So SC ST വരുന്ന ആൾക്കാർക്ക് അവർക്ക് റിസർവേഷനുണ്ട്, കാര്യങ്ങളുണ്ട്, അവരെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ്. സോ യു ആർ കമ്മിങ് ഫ്രം ദിസ് ക്ലാസ് അല്ലെങ്കിൽ ദിസ് കാസ്റ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ നീക്കി വയ്ക്കുന്നൊരു ക്യാരക്ടർ. ഓക്കെ. ആൻഡ് ദെൻ vulnerability. What do you mean by vulnerability? The people working in the unorganized sector are exploited by employers denying minimum pay. They often lose jobs. So vulnerable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം മതി പെട്ടെന്നത് to get affected എന്നുള്ളതാണ്. ഇപ്പോൾ say for example people living nearby the seashore. ഓക്കെ. ഈ കടലിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കടലോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ദേ ആർ വൾനറബിൾ ഫോർ ദി സ്റ്റോം. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർ ദി ഹെവി റെയിൻ. അപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റും മഴയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം അഫക്റ്റഡ് ആവുന്നത് ആ സീ ഷോറിൻ്റെ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, സീ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ബിക്കോസ് ദേ ആർ വൾനറബിൾ ടു ഗെറ്റ് എഫക്റ്റഡ് എന്നുള്ളതാണ്. കാരണം അവർ ഓൾറെഡി അതിൻ്റെ അടുത്താണ്. സോ പെട്ടെന്ന് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഫക്റ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. സോ ഇവിടെ വൾനറബിൾ എന്ന് പറയുന്നത് പീപ്പിൾ വർക്കിംഗ് ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് സ്കെയിൽ ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും, ഗവൺമെൻറ് പേ ഉണ്ടായിരിക്കും, ആൻഡ് ദേ ആർ സെക്യൂർഡ് എന്നുള്ളതാണ്. പക്ഷേ പീപ്പിൾ വർക്കിംഗ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈവൻ മിനിമം പേ പോലും നമ്മൾ കൊടുക്കില്ല. ഇത്ര മതി, ഇത് സർക്കാർ സ്ഥാപനമല്ല, ഇറ്റ്സ് എ പ്രൈവറ്റ്. സോ ദിസ് ഈസ് എനഫ് ഫോർ യു ടു ലിവ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ്.
Okay, so people working in the unorganized sector are exploited by the employers. അപ്പോൾ എംപ്ലോയേഴ്സ് അവരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ച് അവരെ എന്താ പറയുക എക്സ്പ്ലോയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇതിനേക്കാളും കുറവ് കാര്യങ്ങളായിരിക്കാം ദ അതർ പീപ്പിൾ കമ്മിങ് ഫ്രം ദി ഓർഗനൈസ്ഡ് സെക്ടർ ആർ ഡൂയിങ് എന്നുള്ളതാണ്. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ലോഡ് കൂടുതലാണ്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് വളരെ കുറവാണ്. സോ സംടൈംസ് അവർക്ക് അവരുടെ ജോബിന് ഒരു സെക്യൂരിറ്റി പോലും ഇല്ല എന്നുള്ളതാണ്, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നഷ്ടപ്പെടാം. ആൻഡ് ദെൻ ലോ എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ്. ഇൻ ഇന്ത്യ എക്കണോമിക് ഗ്രോത്ത് ഡ്യൂറിങ് ദ ഫസ്റ്റ് 3 decades സിൻസ് ഇൻഡിപെൻഡൻസ് ഹാസ് ബീൻ ലോ എന്നുള്ളതാണ്. എക്കണോമിക് ഗ്രോത്ത് ഞാൻ പറഞ്ഞു 1950s തൊട്ട് 1980s വരെയും നമുക്കൊരു 3%, 3.5% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. സോ ആഫ്റ്റർ ദാറ്റാണ് നമുക്കൊരു 5%, 6%, 7% ഗ്രോത്തൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയത്. അതും എപ്പോഴാണ്? ഫ്രം ദി ലിബറലൈസേഷൻ തൊട്ടാണ്. എപ്പോഴാണ് അവർ നിയമങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലൂസൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്, അപ്പോൾ തൊട്ടാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ഇതൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് എക്കണോമിക്കൽ ഗ്രേറ്റ് ഇന്ത്യൻ എക്കണോമിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ പറയത്തക്കമായിട്ടുള്ള ഒരു ചേഞ്ചസ് വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ causes and aggravates poverty. എത്രത്തോളം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുവോ അത്രത്തോളം എന്ത് വരും, നമുക്ക് പവർട്ടി ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടാണ് ദാറ്റ് ഈസ് ഗവൺമെൻറ്റിനെ ഒരു കാര്യം അവർ റൂൾസും റെഗുലേഷൻസൊക്കെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഓൺലി ഡ്യൂ ടു പോപ്പുലേഷൻ. സോ വെൻ യു കമ്പയർ വിത്ത് അതർ കൺട്രീസ്, ഓക്കെ, മറ്റ് പല രാജ്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. പീപ്പിൾ ആർ ഏർണിംഗ്, പീപ്പിൾ ആർ ലിവിങ്, പീപ്പിൾ ആർ എൻജോയിങ് എന്നുള്ളതാണ്. ഓക്കെ, ഹിയർ പീപ്പിൾ ആർ ഏർണിംഗ്, പീപ്പിൾ ആർ ലിവിങ്, പീപ്പിൾ ആർ സേവിങ്, ബട്ട് ദേ ആർ നോട്ട് എൻജോയിങ് ദർ ലൈഫ്. ഓക്കെ, പക്ഷേ നമ്മളെന്താണ് ഒരു ഫാമിലി കൾച്ചർ അല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റപ്പാണ് ഇന്ത്യക്ക് നമുക്കുള്ളത്. പുറമേ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ കുറവാണ്, റിലേഷൻസ് കുറവാണ്. അവിടെ എല്ലാം അവരവരുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി കൾച്ചർ വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ ദാറ്റ് ഈസ് എന്താ പറയുക ദാറ്റ് ഈസ് പോപ്പുലേഷനും അവിടെ കുറവാണ്. ഓക്കെ, ഒരു ഫാമിലി സെറ്റപ്പ് തന്നെ അവിടെ ഇല്ല. അതേപോലെ തന്നെ പോപ്പുലേഷനും വൈഡ്ലി സ്കാറ്റേർഡാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ പോപ്പുലേഷനൊന്നും ഇല്ലാത്ത കാരണം ഉള്ള എല്ലാവർക്കും കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവരവർക്ക് എങ്ങനെയാണ് ദേ ക്യാൻ ഡിസൈൻ ദെയർ ഓൺ ലൈഫ്, ദേ ക്യാൻ കം അപ്പ് വിത്ത് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസൈൻ ചെയ്യാം, പ്ലാൻ ചെയ്യാം, എല്ലാം അതുപോലെ ഭംഗിയായിട്ട് നടത്താം. പക്ഷേ നമ്മുടെ ഇന്ത്യ അതേപോലെ ചൈന എവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്ലി പോപ്പുലേറ്റഡ് ആണ്. ഒരു കാര്യം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വരുന്ന ബുദ്ധിമുട്ട്. സോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്യൂ പീപ്പിൾ വിൽ ഒബേ ആൻഡ് മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ വിൽ ഡിസൊബേ. ആൻഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ലോ, എവറിത്തിങ് ഇൻ ഇന്ത്യ അവർ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ലൂപ്പ് ഹോൾസ് ആണ്. ഹൗ എ പേഴ്സൺ ക്യാൻ എസ്കേപ്പ് ഫ്രം ഓൾ ദോസ് തിങ്സ് എന്നുള്ളതാണ്. ഒരു കാര്യത്തിനും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. സോ നമുക്കവിടെ എന്താ പറയുക, വി ആർ വെരി ഫ്രീ ടു ഡു എനിത്തിങ് എന്നുള്ള രീതിയിലാണ്, ആൻഡ് വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള പോലെയാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ദാറ്റ് ഈസ് നമ്മൾ കൺട്രോൾ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ലൈഫിന് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ആൾക്കാർക്ക് ഒരുവിധം ആൾക്കാർക്കും അങ്ങനെ ഇല്ല. അങ്ങനെ വരുമ്പം ഔട്ട് ഓഫ് കൺട്രോളാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ ഇൻ കൺട്രോളിലേക്ക്, ഇൻ ടാക്റ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേരുണ്ടായാലേ സാധിക്കുള്ളൂ, അല്ലേ?
നമ്മുടെ വീട്ടിൽ ഒരു കുട്ടീനെ നോക്കാൻ 2 കുട്ടീനെ നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഒരു ടീച്ചറിൻ്റെ കീഴിലുള്ളത് 60 പിള്ളേർ, 70 പിള്ളേർ, 100 പിള്ളേർ വരികയൊക്കെയാണ്. ഹൗ ഷീ ക്യാൻ മാനേജ് ഓർ ഹൗ ഹി ക്യാൻ മാനേജ്? സോ അപ് ടു 30 or 40 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. സോ ബിയോണ്ട് ദാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് ഗ്രൂപ്പ് വിസിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് us. അങ്ങനെ നമുക്ക് പറയാം, ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ കുറയാണ് ചെയ്യുക. സോ അതേപോലെ തന്നെയാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും തോറും നമുക്ക് ഓരോ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമുക്കവിടെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് പുറമേ രാജ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കുറേ പ്രഷേഴ്സ് ഉണ്ട്. ഇന്ത്യ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. പോപ്പുലേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയാണ് എന്താ പറയുക, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സോഷ്യലായിട്ടുള്ള നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് കാണാം. ഒരു കുട്ടി മതി അല്ലെങ്കിൽ 2 കുട്ടികളും മതി എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ പോപ്പുലേഷൻ വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാലും ദാറ്റ് ഈസ് എന്താ പറയുക, ഈ എക്കണോമിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് കുട്ടികളാണ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സാണ്. ഇപ്പോഴും സ്കൂളുകളിൽ നടക്കുന്ന കലോത്സവങ്ങൾ, നമ്മൾ ഈ സയൻസ് എക്സിബിഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിൽ കുട്ടികൾ കൊണ്ടുവരുന്ന പുതിയ ഐഡിയാസ് ഉണ്ട്. എത്ര പേര് ഇത് കാത്തിരിക്കണം, എത്ര കമ്പനീസ് ഉണ്ടെന്നറിയൂ. കാരണം പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നത് കുട്ടികളാണ്. അവരുടെ കയ്യിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ അതിനുള്ള ഫിനാൻഷ്യലോ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷെ അവരുടെ ഐഡിയാസ് ഇതൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും, വളരെ ഭംഗിയായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും. അതും ഇതിൻ്റെ പുറകെ ഒരു മോട്ടീവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വല്ലാണ്ട് തിക്ലി പോപ്പുലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ബാക്ക്വേർഡ് അഗ്രികൾച്ചർ ആൻഡ് ലോ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ മേക്ക് പീപ്പിൾ പുവർ എന്നുള്ളതാണ്. നമ്മുടെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ കുറവാണ്. അതേപോലെ തന്നെ ബാക്ക്വേർഡ് അഗ്രികൾച്ചർ സിസ്റ്റം ഇതും കൂടി എന്താണ് നമ്മളെ ഒന്നും കൂടി പുവറാക്കാനായിട്ടുള്ള ഒരു റീസണും കൂടിയാണ്. ആൻഡ് ദെൻ ഇൻഫ്ലേഷൻ. People just above the poverty line are pushed into poverty by rising prices, especially of food and essential articles. Inflation സംഭവിക്കുമ്പോൾ നമ്മൾ വീണ്ടും പോവർട്ടി ലൈനിലേക്ക്, അതായത് ആ സമയത്തായിരിക്കും ജസ്റ്റ് എബവ് ദി പോവർട്ടി ലൈൻ ആൾക്കാർ വന്നിട്ടുണ്ടാവുള്ളൂ. ഇൻഫ്ലേഷൻ വരുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടുമ്പോൾ അവരുടെ കയ്യിലുള്ള എല്ലാ ഇൻകമ്മും എടുത്തിട്ട് അവരുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് അവർ നടത്തേണ്ടി വരികയാണ്. സോ എഗെയിൻ ദേ ആർ പുഷ്ഡ് ഇൻ ടു പോവർട്ടി എന്നുള്ളതാണ്. സോ എന്താണ് പോവർട്ടി എന്നുള്ളതും പോവർട്ടി ഉണ്ടാവാനുള്ള കോസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു 10 പോയിൻറ്റ്സിൽ നമ്മൾ കവർ ചെയ്തത്. ഇനി വരുന്നത് നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി എലിവേഷൻ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നമുക്ക് കൂടുതലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യുന്നത്, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. Okay, so thank you.